മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരി തന്നെയാണ് രേണുസുതി. കൊല്ലം സുധിയുടെ മരണത്തിനു ശേഷം മലയാളികൾ കണ്ടത് രേണുസുതിയുടെ വലിയൊരു വളർച്ച തന്നെയാണ്. പ്രേക്ഷകർ ഒരുപാട് വിമർശനവുമായി രേണുസുതിക്ക് നേരെ തിരിയാറുണ്ട് എന്നിരുന്നാൽ കൂടി അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെയാണ് രേണുസുതി തന്റെ ജീവിതത്തിൽ വളർന്നുകൊണ്ടേ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വളർച്ചകളിലേക്ക് പോകുന്തോറും അത്രയുമധികം ആളുകൾ വിമർശനവുമായും രംഗത്ത് വരാറുണ്ട്. തന്റെ ഷോർട്ട് ഫിലിമുകളും തന്റെ വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയുമധികം വിമർശനം രേണുസുതിക്ക് മേടിച്ചു കൊടുത്തതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രേണുസുതിയുടെ പ്രസ്താവനകളും ചില സമയത്ത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി മാറാറുണ്ട്. ഇപ്പോഴാ താൻ വീണ്ടും വിവാഹിതയാകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന വിവരം രേണുസുതി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് രേണുസുതി താൻ വിവാഹിതയാവാൻ പോവുകയാണെന്ന കാര്യം തുറന്ന് സംസാരിച്ച് രംഗത്ത് വന്നത്. ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായി എന്നും ഒരു കൂട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും രേണുസുതി തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി തുറന്ന് സംസാരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായി. തന്നെ മനസ്സിലാക്കുന്ന, തന്റെ കുട്ടികളെ പൊന്നുപോലെ നോക്കുന്ന ഒരാൾ വന്നാൽ താൻ വീണ്ടും വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന കാര്യം രേണുസുതി തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി മലയാളികൾക്കിടയിൽ തുറന്ന് സംസാരിക്കുകയായിരുന്നു. വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ പോയാൽ താൻ ഇപ്പൊ ഇരിക്കുന്ന വീട് വിട്ട് പോകുമെന്ന കാര്യം രേണുസുതി മുൻപ് ഒരു പ്രസ്താവനയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രേണുസുതിക്ക് പുതിയൊരു വീട്ടിലേക്ക് മാറാൻ തയ്യാറായി എന്നും രേണുസുതി വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന തരത്തിലും ഒരുപാട് വിമർശനവും സോഷ്യൽ മീഡിയ വഴി രേണുസുതിയെ തേടിയെത്തി. തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പ്രപ്പോസലുകൾ തനിക്ക് വരുന്നുണ്ട് എന്നും തന്നെയും തന്റെ കുഞ്ഞുങ്ങളെയും പൊന്നുപോലെ നോക്കാമെന്ന് വാക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് പേരാണ് രംഗത്ത് വരുന്നത്. എന്നിരുന്നാൽ കൂടി താൻ വിവാഹിതയാവാൻ അതുവരെ തയ്യാറായിരുന്നില്ല എന്നും ഇപ്പോൾ താൻ തയ്യാറാണ് എന്ന കാര്യവും പ്രസ്താവനയും രേണുസുതി തുറന്നു പറയുകയാണ്. നിങ്ങൾക്ക് രേണുസുതി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.